തുടർന്ന് KCB ഫ്യൂസൂരി അഗളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, 53,000 രൂപയുടെ കുടിശ്ശിക, അതിന് മണിക്കൂറുകളോളം വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയ സാഹചര്യം. ഇപ്പോഴെന്തായാലും ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു. 24 ആണ് ഈ വിവരം പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടൽ, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു. KCB കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്, പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് വലിയ കുടിശ്ശികയുള്ള സ്ഥാപനങ്ങളിലെ ഫ്യൂസ് ഊരേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്കൂൾ അധികൃതർ ഒരു കത്ത് നൽകുകയാണെങ്കിൽ, ഇത് എപ്പോൾ തുക അടയ്ക്കാമെന്ന് കാണിച്ചൊരു കത്ത് നൽകുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഈ സ്കൂൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് 15 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടയ്ക്കാമെന്ന് ഉറപ്പ് KCBക്ക് നൽകിയതിന് പിന്നാലെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ ക്ലാസുകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് KCB ഉദ്യോഗസ്ഥരെത്തി സ്കൂളിലെ ഫ്യൂസ് ഊരിയത്. 53,201 രൂപയായിരുന്നു കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥർ വന്ന് ഫ്യൂസ് ഊരിയതോടെ പല ക്ലാസുകളും ഇരുട്ടിലായി. തുടർന്ന് ഈ ജനവാതിലുകളൊക്കെ തുറന്നിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതെ വന്നൊരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടിരുന്നു. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ സ്കൂളാണ് ഇത്. ഭൂരിഭാഗം കുട്ടികളും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. ഇവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്തായാലും 15 ദിവസത്തിനകം കുടിശ്ശിക പൂർണ്ണമായി അടയ്ക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.